നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ന് പിണറായിയുടെ കണ്ടകശനിയായിരുന്നു, അല്ലെങ്കിൽ ഇന്ന് പിണറായിയുടെ മോശം ദിവസമായിരുന്നു. കാരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ വരച്ച വരയിൽ നിർത്തിയെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അക്ഷരാർത്ഥത്തിൽ വരച്ച വരയിൽ നിർത്തുകയായിരുന്നു കെ രമ. ഇന്ന് നിയമസഭയിൽ കെ രമ പൊട്ടിത്തെറിക്കുകയായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഔദ്യോഗിക വസതിയിൽ കർട്ടൻ സ്ഥാപിക്കുന്നതിന് 7 ലക്ഷം രൂപ ചെലവാക്കിയത് എന്തർത്ഥത്തിലെന്നായിരുന്നു നിയമസഭയിൽ കെ രമ ഉയർത്തിയ ചോദ്യം. അതെന്താ, സ്വർണം കൊണ്ട് പൂശിയ കർട്ടൻ ആണോ എന്നും ചോദിക്കാൻ മടി കാണിച്ചില്ല കെ രമ ഇന്ന്. എന്നാലും മുഖ്യമന്ത്രി മിണ്ടാട്ടമില്ലാതെ നിന്നുപോയ ഒരു ചോദ്യം തന്നെയായിരുന്നു കെ രമ ഇന്ന് ഉന്നയിച്ചത്. എന്തായാലും ഔദ്യോഗിക വസതിയിൽ കർട്ടൻ സ്ഥാപിക്കുന്നതിന് 7 ലക്ഷം രൂപ ചെലവാക്കിയത് നിയമസഭയിൽ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ വാക്പോരിന് നയിക്കുകയായിരുന്നു. കർട്ടൻ സ്വർണം കൊണ്ട് പൂശിയതാണോ എന്നാണ് കെ രമ പരിഹസിച്ചത്. കേരളത്തിൽ മുടക്കാതെ നടക്കുന്നത് ക്ലിഫ് ഹൗസ് നവീകരണം മാത്രമാണ്, ജനങ്ങളെ കൊള്ളയടിക്കുന്ന സർക്കാരാണിതെന്നും അവർ കുറ്റപ്പെടുത്തി. ക്ലിഫ് ഹൗസിൽ കാലിത്തൊഴുത്ത് ആദ്യമായിട്ടാണോ എന്ന് ചോദിച്ച CPM അംഗം കെ ബാബു, MLA, കോൺഗ്രസ് മുഖ്യമന്ത്രിമാർ ഉണ്ടായിരുന്നപ്പോഴും നീന്തൽ കുളങ്ങൾ ഉണ്ടായിരുന്നില്ലേ എന്നും ചോദിച്ചിരുന്നു. പക്ഷേ അതൊന്നും ഇത്രയും ലക്ഷം രൂപ കൊടുത്ത് നവീകരിച്ചതല്ല എന്നടക്കമുള്ള മറുപടിയും കെ രമ നൽകിയിരുന്നു. എന്തായാലും കെ രമ വലിയ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനെ വിമർശിക്കുന്നത്. ന്യായീകരിക്കാനായി പല MLA മാർ ഉണ്ടായിരുന്നുവെങ്കിലും ഈ ഒരു ചോദ്യം അത് കഴമ്പുള്ള ചോദ്യം തന്നെയായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനെ കെ രമ നിലംപരിശാക്കുന്ന ആ ചോദ്യം ഇതാണ്. സർ, കേന്ദ്ര സഹായങ്ങൾ വെട്ടിക്കുറയ്ക്കുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതിനെതിരെ ശക്തമായ സമരങ്ങളും വേണം. പക്ഷേ വാസ്തവത്തിൽ കേന്ദ്ര അവഗണനയ്ക്കെതിരെയുള്ള വിഷയം പ്രതിപക്ഷവും മറ്റ് ഗവൺമെന്റുകളുമായി ചർച്ച ചെയ്ത് ഒരു പൊതു മാനദണ്ഡമുണ്ടാക്കി സമരം ചെയ്യേണ്ടതിന് പകരം ഇപ്പോൾ അതിന് ഞങ്ങൾ ചിലത് തീരുമാനിച്ചിട്ടുണ്ട്, അതിന്റെ കൂടെ നിങ്ങൾ നിൽക്കണം എന്ന് പറയുന്നത് രാഷ്ട്രീയ മര്യാദയല്ല, ഒരാത്മാർത്ഥതയുമില്ല. ഇത് കണ്ണിൽ പൊടിയിടാനുള്ള ഒരു പ്രഹസന സമരം മാത്രമാണ് സർ. ആശ്വാസകിരണം, ക്യാൻസർ രോഗികൾക്കുള്ള ധനസഹായം ഉൾപ്പെടെയുള്ള ഒരു പദ്ധതിയും ഇപ്പോൾ ലഭ്യമാകുന്നില്ല. സപ്ലൈകോ നിശ്ചലാവസ്ഥയിലാണ്. തൊഴിലാളികൾ സ്വന്തം അധ്വാനത്തിൽ നിന്ന് അംശാദായം അടച്ച ക്ഷേമനിധിയിൽ നിന്നുള്ള പെൻഷൻ പോലും മുടങ്ങിയിരിക്കുകയാണ് സർ. മുടങ്ങാതെ കിടക്കുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ ഇപ്പോൾ ക്ലിഫ് ഹൗസിന്റെ നവീകരണം. അത് ധൂർത്താണ്, അത് കെടുകാര്യസ്ഥ, അതിവിടെ കുറച്ചു കാണിക്കാൻ വേണ്ടി പറയുന്നതല്ല. പക്ഷേ അതിന്റെ ഓരോ ഡീറ്റെയിൽസ് എടുത്തുമ്പോൾ ഏറ്റവും അവസാനം ടാങ്ക് നിർമ്മിക്കാൻ 5.92 ലക്ഷത്തിന്റെ ടെൻഡർ വിളിച്ചിരിക്കുകയാണ്. കർട്ടൻ നിർമ്മിക്കാൻ 7 ലക്ഷം. സർ, ഈ കർട്ടൻ എന്താ സ്വർണം പൂശിയതാണോ? ഉപയോഗം കഴിഞ്ഞിട്ടൊന്ന് മ്യൂസിയത്തിൽ വെക്കുന്നത് നന്നായിരിക്കും സർ. സർ, അതുപോലെ കേരളത്തിന് നവകേരള സദസ്സ് കേരളീയം ഒക്കെ നടത്തി ഈ ജനങ്ങളെ മുഴുവൻ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാരായിട്ട് ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ് സർ. ചില കാര്യങ്ങൾ ഒരു മുടക്കവും നമ്മുടെ സംസ്ഥാനത്ത് വന്നുകൊണ്ടേയിരിക്കുന്നില്ല എന്നുള്ളതാണ് സർ. സാധാരണക്കാർക്ക് നികുതിയുടെ പല മടങ്ങ് വർദ്ധിച്ചിട്ടുണ്ട്. വൻകിടക്കാർക്ക് ഇത് ബാധിക്കുന്നില്ല. വൻകിടക്കാർക്കെന്നുള്ള നികുതി പിരിവ് എത്ര ശതമാനം ഉണ്ട് എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടത്.